Good day. അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. പുതിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ ലൈവ് വന്ന സമയത്ത് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഐഡിയ തന്നായിരുന്നു. കാര്യം 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. 10ാം ക്ലാസ്സിലെ പഠിപ്പിച്ചതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. 2 സെക്ഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, രണ്ടാമത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ഞാനിത് എങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറൈസ് ചെയ്ത് 2 പാർട്ടായിട്ട് പഠിപ്പിക്കാൻ പോകും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർഡർ പ്രകാരം ആദ്യം കോംപ്ലക്സ് നമ്പേഴ്സ് പഠിപ്പിക്കുക, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് തിരിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൽ നിന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ്. അതിന് മുമ്പ് കുറച്ച് ബേസിക് ഇൻട്രൊഡക്ഷൻസ് തരാം. എന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പോളിനോമിയൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പോളിനോമിയൽ എന്ന് വെച്ചാൽ അത് പറയുന്നതിനേക്കാൾ എഴുതുന്നതാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. അതായത് നോക്കി, ax പ്ലസ് ബി ഇങ്ങനെ എഴുതുന്ന ഒരു ഫ്രെയിം ഉണ്ട്. ഇതിൽ ഓരോ ടേമുകളെ നമ്മൾ ഇതൊരു മോണോമിയലാണ്. മോണോമിയൽ പേരൊക്കെ ചുമ്മാ ഓർത്തു വെക്കുക കേട്ടോ. മോണോമിയൽ ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇതൊരു മോണോമിയലാണ്, ഇതൊരു മോണോമിയലാണ്. അപ്പൊ 2 മോണോമിയൽ കൂടെ ചേരുമ്പോൾ ബൈനോമിയലാണ്. ബൈ എന്ന് വെച്ചാൽ 2 എന്നാണ്. അപ്പൊ ഇതൊരു മോണോമിയലാണ്, ഇതൊരു മോണോമിയലാണ്. അപ്പൊ 2 എണ്ണം ഉള്ളതുകൊണ്ട് ബൈനോമിയൽ എന്ന് പറയും. അപ്പോ ഞാൻ വേറൊരെണ്ണം എഴുതാം. നോക്കി, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സി. കണ്ട, 3 മോണോമിയൽ. ഇതൊരു മോണോമിയൽ, ഇത് മറ്റൊരു മോണോമിയൽ, ഇതല്ല ഇത് അല്ലേ, ഇതുപോലെ വേറൊരു മോണോമിയലാണ്. അപ്പൊ 3 മോണോമിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈനോമിയൽ എന്ന് പറയും. ഇനി അടുത്തത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ax ക്യൂബ്. ചിന്തിക്കാതെ അല്ലേ, ഞാൻ ഇവിടെ എക്സിന്റെ പവർ കൂടി വരികയാണ്. ഈ അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു പോകും. അവിടെ എഴുതുന്ന സമയത്ത് ആദ്യം വലിയ നമ്പറാണ്. അടുത്ത എക്സ് സ്ക്വയർ ആണ്. അടുത്ത എക്സ് ക്യൂബ് ആയതുകൊണ്ട് അടുത്ത എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പൊ ഞാൻ എഴുതുമ്പോൾ ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ പോളിനോമിയൽസ് എന്നാണ് പറയാം. എന്താ പറയും? പോളിനോമിയൽസ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ടേമിനെ കുറിച്ച് ഓർക്കേണ്ടത്. ഇത് സത്യം പറഞ്ഞാൽ ബൈനോമിയൽ ആണ്. ബൈനോമിയൽ എന്ന് പറയുന്നതിന് പകരം പോളിനോമിയൽ എന്ന് പറയും. പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ്, ഒരുപാട്. ഓക്കെ, അപ്പൊ ഒരുപാട് മോണോമിയൽസ് ചേരുന്നതിന് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? പോളിനോമിയൽസ് ആണ്. എപ്പോഴാണ് ഒരു പോളിനോമിയൽ? അതിനെക്കുറിച്ച് ഇനി പറയാനുള്ളത് വെച്ചാൽ ഇത് നോക്കിയേ. ഇവിടെ നമ്മൾ ഇത് ഓരോന്നിനും ഓരോ പേര് വിളിക്കും. പോളിനോമിയൽ എന്ന് പറഞ്ഞെങ്കിലും ഇത് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള ഓരോ പേരുകളുണ്ട്. ഇതിനെ പറയുന്നത് ഈ പറയുന്ന വേരിയബിൾ ഉണ്ടല്ലോ. ഇവിടെ 3 കാര്യങ്ങളാണ്. അതാണ്ട് ഈ ബി എന്ന് പറയുന്നതിന് നമ്മൾ പറയും കോൺസ്റ്റന്റ് എന്ന് പറയും, കോൺസ്റ്റന്റ്. ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയും വേരിയബിൾ എന്ന് പറയും, വേരിയബിൾ. ഈ എ എന്ന് പറയുന്നത് നമ്മൾ പറയും കോഎഫിഷ്യന്റ് എന്ന് പറയും, കോഎഫിഷ്യന്റ്. ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്, എക്സ് വേരിയബിൾ ആണ്, ബി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണ് ഇവിടെ വരുമ്പോഴും പറയാമല്ലോ. നോക്കി, സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എക്സും എക്സ് സ്ക്വയർ, അത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ആ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എക്സിന്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ്. എക്സ് എന്ത് വേണമെങ്കിലും പറയാം, റൈറ്റ്? അതുകൊണ്ടാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എക്സിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്ന നമ്പേഴ്സിന് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ എ നമ്മൾ എന്താ വിളിക്കുക? കോഎഫിഷ്യന്റ് ആണ്. വെറും കോഎഫിഷ്യന്റ് അല്ല. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ഇവിടെ പറയുമ്പോഴോ ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. എയോ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് കോൺസ്റ്റന്റ് ആണ്, എക്സും എക്സ് സ്ക്വയറും വേരിയബിൾസ് ആണ്, ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്, എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ വരെ ഓക്കെ അല്ലേ? അടുത്ത 3ാമത്തെ സംഭവം പറയുന്നു. ഇവിടെ പറയുമ്പോൾ എങ്ങനെ പറയാം? കോൺസ്റ്റന്റ് ആണ്, ഡി അല്ലെ, എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്താണ്? വേരിയബിൾസ് ആണ്. സി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. ബി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. എയോ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ആണ്. ഇനി ഇതിനെ പേര് വിളിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ പേര് വിളിക്കുമ്പോൾ എങ്ങനെയെന്നറിയോ? നമ്മൾ ഈ വേരിയബിളിന്റെ പവർ, മാക്സിമം പവർ വെച്ചുകൊണ്ട് അതിന് വരെ പേര് വിളിക്കും. ഇതിന്റെ വേരിയബിളിന്റെ പവർ എത്ര? 1 അല്ലേ? ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? 1 എന്നാണ്. അപ്പോ പവർ 1 ആണ്. അങ്ങനെ പവർ 1 ആണെങ്കിൽ അതിനെ പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് പറയുന്നത്. നമ്മൾ പോളിനോമിയലെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്?
നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്ക് വരാം. ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതെന്താ പറയാ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്ന സമയത്ത് ഇതിന് വേറൊരു പേരോടെ പറയാം. അപ്പം ഇതിനെ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാം, ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാം. ഇതുകൂടെ മൊത്തത്തിൽ പറഞ്ഞു നിർത്തിട്ട് ഓരോന്നും പേര് വിളിക്കാം. അപ്പൊ ഇത് പറയുമ്പോഴോ ഇതിന്റെ പവർ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവും, ഇതിനെ പവറിന്റെ മാക്സിമം വേരിയബിളിന്റെ പവർ 2 അല്ലേ, അതുകൊണ്ട് എങ്ങനെ പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അടുത്ത മൂന്നാമത്തെ പറയുമ്പോഴോ ഇതിന്റെ പവർ എത്രയാണെന്ന് വെച്ചാൽ എന്താണ്, തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ 3 ടൈപ്പ് പോളിനോമിയൽസ് ഉണ്ട്. ഇനി ഇതിന് വേറെ പേരുകളാണ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീനിയർ എന്ന് പറയും. ലീനിയർ പോളിനോമിയൽ. ലീനിയർ, LINEAR, ലീനിയർ പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. എന്താ പറയും? ക്വാഡ്രാറ്റിക്. ക്വാഡ്രാറ്റിക് കണ്ടോ, നമ്മൾ ആ പഠിപ്പിച്ച പേരുമായിട്ട് കണക്ട് ചെയ്തില്ലേ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇത് 10ാം ക്ലാസ് ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, സാർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി പവർ 3 ആണെങ്കിൽ തേർഡ് ഡിഗ്രി ആണ്. തേർഡ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയും ക്യൂബിക് എന്ന് പറയും. ഓക്കെ, ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 4 പവർ എന്താണ് ഡിഗ്രി 4 ആണെങ്കിൽ അതിനെ പറയും ബൈ ക്വാഡ്രാറ്റിക് എന്നൊക്കെ പറയും. നമുക്ക് അത്രയൊന്നും പഠിക്കാനില്ല. ഓക്കെ, നമുക്ക് ഈ ക്വാഡ്രാറ്റിക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. എപ്പോഴാണ് ഒരു പോളിനോമിയൽ ഒരു ഇക്വേഷൻ ആയി മാറുന്നത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓർത്തോ, മറന്നു പോരുത് ഇനി ഒരിക്കലും. എപ്പോഴാണോ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് എഴുതുന്നത്, ഒരു സംഭവത്തെ ഈക്വൽ ടു, ഇതിന് തുല്യമാണ് മറ്റൊന്ന്, അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വേഷൻ എന്ന് പറയും, അല്ലെ? അപ്പൊ ഞാൻ എഴുതുക x + b = 0. ഈ പറയുന്നതിന് വാല്യൂ തുല്യമാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഈ പറഞ്ഞ പോളിനോമിയൽ നമ്മൾ ഒരു വാല്യൂയിലേക്ക് ഇക്വേറ്റ് ചെയ്തില്ലേ, ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് എന്തായി മാറുന്നത്, എപ്പോഴും ഇക്വേഷൻ. ഒരു ഇക്വേഷനകത്ത് എപ്പോഴും ഒരു ഇസ് ഈക്വൽ ടു ഉണ്ടാവും. എന്തെങ്കിലും ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇക്വേറ്റ് ചെയ്ത് വെക്കും, അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇക്വേഷൻ എന്നുള്ള ഫ്രെയിമിൽ പറയും. അപ്പൊ ഇത് എന്ത് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിനെ ഈസ് ഈക്വൽ ടു ഞാൻ 0 എന്ന് വിളിക്കുകയാണെങ്കിലോ അങ്ങനെ നമ്മൾ എന്താ പറയും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു വരും. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇത് ഇസ് ഈക്വൽ ടു 0 പറയുകയാണെങ്കിൽ എന്താണ്, തേർഡ് ഡിഗ്രി ആണ്, അതായത് ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു വരും. ഇങ്ങനെയാണ് ഓരോ ഫ്രെയിമുകളും നമ്മൾ സംസാരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ത് മാത്രമേ ഉള്ളൂ, ഇദ്ദേഹത്തിന് മാത്രമേ ax² + bx + c = 0 എന്ന് പറഞ്ഞ ഫ്രെയിമിൽ വരുന്ന ഇക്വേഷൻസിന് നമ്മൾ എന്ത് പറയും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോകാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തുടങ്ങിയാലും. അപ്പൊ നമുക്ക് ആദ്യം ഈ പറഞ്ഞതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഫ്രെയിം നമ്മൾ എന്താ ചെയ്യുന്നത്, ax² + bx + c = 0. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇസ് ഈക്വൽ ടു വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. പവർ വേരിയബിളിന്റെ പവർ 2 ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഇവിടെ പറയാനുണ്ട്. നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര അൺനോൺസിനെ കിട്ടും, എന്തിനാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, അത് നോക്കി ഉദാഹരണം പറയാം. ഞാൻ ആദ്യം ഒരു ലീനിയർ ഇക്വേഷൻ എഴുതാം. 2x + 3 = 5. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയെന്ന് വെച്ചു. ഇത് എന്ത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ = 5 ഉണ്ടെങ്കിൽ 0 വരും. കാൽക്കുലേഷൻ എളുപ്പത്തിനാണ്. ഇതെന്ത് ഇക്വേഷനാ, ലീനിയർ ഇക്വേഷനാണ്. എന്താണ് ലീനിയർ ഇക്വേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പം ഇതിനകത്ത് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, കോൺസ്റ്റന്റ് ആണെന്നറിയാം, x വേരിയബിൾ ആണെന്നറിയാം, 2 എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് x ആണ്. കറക്റ്റ് അല്ലേ? ശരി. എന്താണ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, എനിക്കിതാ ഈ വേരിയബിൾ കണ്ടുപിടിക്കണം, ഈ x കണ്ടുപിടിക്കണം. ഈ x കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ കാണിക്കുന്ന അക്രമത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറയുന്ന സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ സോൾവ് എന്ന് പറഞ്ഞ് പണ്ട് കുഞ്ഞിലെ തൊട്ട് പഠിക്കാറുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ എന്താ സംഭവം അറിയാം, ഈ x എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ, അതായത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാന്ന് വെച്ചു, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വാല്യൂ. അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ അത് 0 ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും ആവത്തില്ല. അപ്പോ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ മൊത്തത്തിൽ = 0 ആകും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ അയ്യോ എന്തോ ചെയ്യും എന്നുള്ള തോന്നരുത്. അതായത് ഞാൻ ഇവിടെ എക്സിന് എന്താ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചുമ്മാ ഇത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതെന്ത് എന്ന് ചോദിച്ചാൽ ഇതാണ്ടേ അത് ചെയ്യുന്ന പരിപാടിയാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് 2x എടുത്ത് എഴുതും, 3 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, -3 ആകും. x എന്താന്ന് വെച്ചാൽ എത്ര വരും, -3/2 എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ, നിങ്ങൾ ഈ എക്സിന് പകരം -3/2 ഇട്ട് കൊടുത്ത് ഇത് മൊത്തത്തിൽ 0 ആയി പോകുന്നത്. ശരിയാണോ നോക്കാം. നമുക്ക് ഈ ഫ്രെയിം അതുപോലെ എടുക്കാം. നമുക്ക് 2 × എക്സിന് പകരം എന്തിട്ട് കൊടുക്കണം, -3/2 മറ്റേതാണ് +3.
അല്ലേ? എന്താ വരുന്ന ഈ 2 into കട്ടായി പോയില്ലേ? -3 + 3 എന്തായി? 0. എന്താ മനസ്സിലായി? അതായത് നിങ്ങൾക്ക് എന്താണോ ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിളിന്റെ വാല്യൂ അത് കണ്ടുപിടിക്കുന്ന പരിപാടി ഈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വേരിയബിൾ എന്ത് വന്നേ പറ്റൂ? -3/2. വേറെ ഒന്നും വരത്തില്ല. വേറെ ഒന്നും എക്സിന്റെ സ്ഥാനത്ത് കൊടുത്താൽ 0 ആയി പോകത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം ചുരുക്കി പറയട്ടെ. അതായത് നിങ്ങൾക്ക് വേരിയബിളിന്റെ പവർ എന്താണോ അത് വെച്ചുകൊണ്ട് അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇവിടെ വേരിയബിളിന്റെ പവർ എത്ര? 1 അല്ലേ? അതിന്റെ അർത്ഥം ഈ എക്സിന് ഒരൊറ്റ വാല്യൂ ഉണ്ടാകത്തുള്ളൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ആ വാല്യൂ ഏതാണെന്ന് നമുക്കറിയാം, -3/2. ക്ലിയർ? ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ax² + bx + c = 0 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഉറപ്പായിട്ട് ചെയ്യുമ്പോൾ എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? 2 സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം വേരിയബിളിന്റെ മാക്സിമം പവർ എത്ര? 2 ആണ്. അപ്പോൾ പവറിനനുസരിച്ചാണ് ഈ പറഞ്ഞ എക്സിന്റെ വാല്യൂസ് കിട്ടുക. അപ്പോൾ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ അത് എക്സിന്റെ പവർ 2 ആണെങ്കിൽ അതിൽ 2 നമ്പേഴ്സ് ഉണ്ടാവും. ആ 2 നമ്പർ ഏതോ 2 നമ്പർ ആ 2 നമ്പർ ഇട്ട് കൊടുത്താൽ ഇത് മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി പോകും. റാൻഡം ഞാൻ ചുമ്മാ പറയാം, 2x² + x + 5 ഇങ്ങനെ കിടക്കാന്ന് വെച്ചു = 0. വെറുതെ പറയാം കേട്ടോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് എത്ര ഉത്തരം കിട്ടും? 2 ഉത്തരം കിട്ടും. ആ 2 ഉത്തരങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം, ആ 2 ഉത്തരങ്ങളും ഈ എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി. അത് സോൾവ് ചെയ്യാനൊക്കെയാണ് നിങ്ങൾ 10ാം ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ആ ഒരു ബോധത്തിലാണ് പഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിപ്പിച്ചു തുടങ്ങാമല്ലോ. മെയിൻ ഫ്രെയിമിലേക്ക് പോകാൻ പോവാം. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പണ്ട് പഠിച്ച സംഭവം തന്നെയാണ്. ax² + bx + c = 0. c കോൺസ്റ്റന്റ് ആണ്, x ഉം x² വേരിയബിൾ ആണ്, b എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x ആണ്, a എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x². ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ ഞാൻ നോട്ട് പറയും, അത് എഴുതിയെടുക്കാം. താങ്കൾ ഞാൻ പറയും. ഇനി ഇവിടുത്തെ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വേരിയബിൾ കണ്ടുപിടിക്കണം. x അല്ലേ? 2-3 പരിപാടികൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇതിലെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ടി പോലൊക്കെ വരച്ച് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇത് നിർബന്ധമായിട്ട് പറയാം. സോ ക്വാഡ്രാറ്റിക് ഫോർമുല പറയാണ്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യമാണ് പറയുന്നത്. x = അതായത് ഈ കണ്ടുപിടിക്കേണ്ട എക്സിന്റെ വാല്യൂ പറയുന്നത് കേട്ടോ. ആ 2 വാല്യൂ ഉണ്ടാവും. അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയുന്നത്. -b എന്ന് വെച്ചാൽ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് +or -√b² - 4ac the whole divided by 2a. ഇത് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടറിയാം? ഇത് 10ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമും വെച്ചുകൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബോക്സ് ആക്കി വരയ്ക്കണം, ബോക്സ് ആക്കി വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന നോട്ട് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയാണ് നോട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നോട്ട് ബുക്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് മാത്രം ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് ആയിട്ട് മെയിൻ ഹെഡിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, എന്നിട്ട് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കൊടുക്കുക. ശരി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് ഹെഡിങ് കൊടുത്തേ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന സംഭവം എഴുതുക. Consider the quadratic equation. Consider the quadratic equation ax² + bx + c. ax² + bx + c is equal to 0. Is equal to 0. Is equal to 0. That is answer. With the real coefficients. With the real coefficients, small letter a, b, c. With the real coefficients are a, b, c. ഇതിനെയും കോഎഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ എന്താ പറഞ്ഞത്? കോൺസ്റ്റന്റ് എന്നാ. രണ്ടും കറക്റ്റ് തന്നെ. ആക്ച്വലി എന്തുകൊണ്ടാണ് അവർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞതെന്ന് അറിയാം? അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം, പിന്നെ അതിനൊരു ഡൗട്ട് വരണ്ട. ഇവിടെ നിങ്ങൾ നോക്കിയാലേ ഇത് x² ആണല്ലേ? അപ്പം ഇതിന്റെ പവർ 2 ആണ്. ഇത് x ആയതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പവർ 1 ആണ്. റൈറ്റ്? ആക്ച്വലി ഇവിടെ എന്തുണ്ട്? x⁻0 എന്ന് പറഞ്ഞ പവർ ഉണ്ട്. അല്ലെ? പവർ 2 1 0 ആയി. ഈ x⁻0 എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എനി വാല്യൂ റൈസ് ടു 0, ഏതൊരു നമ്പറിന്റെ പവർ ആയിട്ട് 0 വന്നാലും അതിന്റെ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ x⁻0 എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് എഴുതാറില്ല. ഇപ്പൊ 1,00,000 എന്ന് പറഞ്ഞാലും 1 crore എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തുവാണ്? 1 ആണ്. അതുകൊണ്ടാണ് അവിടെ ഞാനത് കോൺസ്റ്റന്റ് ടേമിൽ പറഞ്ഞു. ഇവർ കോഎഫിഷ്യന്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കോഎഫിഷ്യന്റ് ആയിട്ടും പറയാം, കോൺസ്റ്റന്റ് ആയിട്ട് പറയാം. നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞത്.
ശരി. With the real coefficients a, b, c and a not equal to 0, very important, and a not equal to 0, a not equal to 0, a not equal to 0, a 0 ആകാൻ പാടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ ഇപ്പോൾ ഇവിടെ a 0 ആയിപ്പോയാൽ എന്താ പറ്റുന്നറിയോ? 0 into x square. അപ്പൊ ഈ ഒരു സാധനം ഇല്ലാതായിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞത് ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? ഇതിന്റെ പവർ 2 ആയതുകൊണ്ടല്ലേ. ഇത് മൊത്തത്തിൽ 0 ആയിപ്പോയി, പിന്നെ ഈ ടേം ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? bx plus c അല്ലേ ഉള്ളൂ. ഇത് ക്വാഡ്രാറ്റിക് ആണോ? അല്ല, ഇത് ലീനിയർ. അതുകൊണ്ടാണ് a not equal to 0. a 0 ആകാൻ പാടില്ല. 0 അല്ലാത്ത ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ. Then the quadratic equation, the quadratic formula, not quadratic equation, the quadratic formula is given by dande x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a. ഇതിന്റെ കഥ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അവന്മാർ ഒരുപാട് വലിച്ചു നീട്ടിയാണ് കഥ പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലെവലിൽ ചിന്തിച്ച് സോൾവ് ചെയ്ത് പോകാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഈ വർഷം ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഡിസ്ക്രിമിനന്റ് ആണ് സാധാരണ. ഞാൻ ഈ ഫ്രെയിം എടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഓർക്കുക. എന്താണ് ഡിസ്ക്രിമിനന്റ്? എന്തുവാ കാര്യം? എന്തുവാ ഡിസ്ക്രിമിനന്റ് വെച്ചാൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac അതിനെയാണ് ഡിസ്ക്രിമിനന്റ് ഡി എന്ന് വിളിക്കുന്നത്. ബി സ്ക്വയർ മൈനസ് 4ac വിളിക്കുന്ന പേരാണത് ഡിസ്ക്രിമിനന്റ്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്ക്രിമിനന്റ് വാല്യൂ നമ്മൾ കഴിഞ്ഞോട്ടം പഠിച്ചിരിക്കുന്ന അറിയോ? ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനന്റ് വാല്യൂ 0യേക്കാൾ മുകളിലാണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാകുമെന്നും രണ്ടും ഡിഫറെന്റ് സൊല്യൂഷൻ ആയിരിക്കുമെന്നും അല്ല, അങ്ങനെയൊക്കെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും നോട്ട് തരുന്നില്ല. അപ്പം ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ബി സ്ക്വയർ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഈ സാധനം 0യേക്കാൾ മുകളിലാണെങ്കിൽ ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവുമെന്നും രണ്ടും ഡിഫറെന്റ് സൊല്യൂഷൻ ആയിരിക്കുമെന്നും. ഇനി ഡിസ്ക്രിമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് സൊല്യൂഷൻ തന്നെ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും? സെയിം സൊല്യൂഷൻ, രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. എന്തായാലും സൊല്യൂഷൻ രണ്ടെണ്ണം ഉണ്ടാവും, പക്ഷേ രണ്ടും ഒരേ സൊല്യൂഷൻ ആയിരിക്കും. ഈ ഡിസ്ക്രിമിനന്റ് വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നോ സൊല്യൂഷൻ എന്നാണ്. ഇവിടുന്നാണ് നമ്മുടെ കഥ പറഞ്ഞു വന്നത്. ആ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ആക്ച്വലി നമ്മൾ നോ സൊല്യൂഷൻ എന്ന് പറയുമെങ്കിലും നോ സൊല്യൂഷൻ എന്നല്ല. The solutions are imaginary. ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ ഡിസ്ക്രിമിനന്റ് 0യേക്കാൾ വലുതാണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും, അത് ഡിഫറെന്റും റിയലും ആയിരിക്കും. റിയൽ സൊല്യൂഷൻസ് ആയിരിക്കും എന്ന് പറയാം. റിയൽ അതായത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ സെറ്റ് പഠിച്ചപ്പോൾ റിയൽ നമ്പേഴ്സ് പഠിച്ചില്ല. എന്തോ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, ഹോളും ഇൻഡിജേഴ്സും പ്രൈമും കോമ്പോസിറ്റും എല്ലാം കൂടെ ചേർന്ന് നമ്പർ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അതുപോലെ ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻ അത് സെയിം ആയിരിക്കും, അതും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ അല്ലേ? അപ്പൊ ഇത് രണ്ട് റിയൽ നമ്പേഴ്സ് ആയിട്ടാണ്. പക്ഷേ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിലോ നിങ്ങൾ നോ സൊല്യൂഷൻ ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല പഠിക്കുന്നത്. രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാകും, അത് രണ്ടും ഇമാജിനറി ആയിരിക്കും. എന്തായിരിക്കും? ഇമാജിനറി, സാങ്കല്പികമായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന പോയിന്റുകൾ വ്യക്തമായിട്ട് കേൾക്കണം. എന്താ പറയാൻ പോകുന്നത് അതറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾ ആദ്യം ഒരു സംഭവം പഠിപ്പിക്കുക. അതാണ് ഐ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. ഇമാജിനറിയുടെ ഒരു ഡിനോട്ട് ചെയ്യുന്ന രീതിയാണ്. ഐയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾ കാണാൻ തന്നെ പഠിക്കുക. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √(-1). ഈ സംഭവം മറന്നുപോയി, വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എന്ന് പറയുന്നത് √(-1). നോട്ട് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ചുമ്മാ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. നോട്ട് the value of I is equal to √(-1). എക്സാമിന് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞു. I2 IQ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള ചോദിക്കാം. അതൊക്കെ പഠിപ്പിക്കുന്ന ടെക്നിക്സ് ഞാൻ കോംപ്ലക്സ് നമ്പേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിപ്പിക്കും. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് നോക്കുക, ഐയുടെ വാല്യൂ എന്താണ്? -1 ആണ്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പഠിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? എങ്ങനെയുണ്ട് ഇത് സംഭവം നോക്കാം. എന്താണ് ഈ ഐഡിയ എന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ നല്ലപോലെ മനസ്സിലാവും കേട്ടോ. റൈറ്റ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. സോൾവ് x² + x + 1 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഫോർമുല വെച്ച് എനിക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഇത് ചെയ്ത് വരുമ്പോൾ അറിയാം അതിന്റെ പ്രശ്നം. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണം നിങ്ങൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം. ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ എയും ബിയും സിയും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഹിയർ ഇതേപോലെ എഴുതണേ. a = എത്ര? a എത്ര? a എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ് അല്ലേ? അപ്പോൾ എത്ര വരാം? 1 എന്ന് പറഞ്ഞു. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനോട് കമ്പയർ ചെയ്യുന്നത്. കാര്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ? ax² + bx + c = 0. അപ്പോൾ x² കോഎഫിഷ്യന്റ് ആയി. ഇവിടെ x² കോഎഫിഷ്യന്റ് എന്തുവാ? 1 ആണ്. ഒന്നുമില്ലെങ്കിൽ 1 എന്നാണ്.
കോമ ബി എത്ര ആണ്? ബി എത്ര തന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് ലഭിക്കും. അത് എത്ര വന്നേ? 1. ഇനി സി എത്ര? കോൺസ്റ്റന്റ്. അത് എത്ര? സിയുടെ കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നെ? 1. ഒന്നും തന്നെ കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac. ശരി, ഒന്ന് അപ്ലൈ ചെയ്യാലോ. ബി 1 അല്ലേ? 1 സ്ക്വയർ മൈനസ് 4 1 a1 അല്ലേ? 1 1. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 1 മൈനസ് 4 1 എത്ര? 4. 1 മൈനസ് 4 എത്ര? -3 വരഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിലായി ലെസ് ദാൻ 0. അപ്പൊ 0-ന് താഴെയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നോ സൊല്യൂഷൻ. ഇത് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? നോ സൊല്യൂഷൻ സിൻസ് ദ റൂട്ട്സ് ആർ ഇമാജിനറി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് മാറ്റും. പക്ഷേ നമ്മളിവിടെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകാൻ അതിന്റെ ബാക്കിയാണ് ശ്രദ്ധിക്കുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും അറിയാം, നേരെ ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. therefore x is equal to എന്ന് പറഞ്ഞ് നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. ആ ഫ്രെയിം കൃത്യമായിട്ട് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ, നിർബന്ധമായിട്ട് എഴുതണം. ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ അത് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. x is equal to മൈനസ് ബി എന്ന് പറയുന്നത് ഒരു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി ബൈ 2a. 2 into a. 2 into 1 എത്ര? 2. ഇങ്ങനെ ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് റൂട്ട് ഓഫ് -3 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഇടാൻ പറ്റില്ല. അതിന് പകരം ചെയ്യുന്ന പരിപാടി കേൾക്കണം. ഇവിടാണ് ശ്രദ്ധിക്കണ്ടേ, ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നല്ലപോലെ മനസ്സിലാവും. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഞാൻ ഈ ചെയ്യുന്ന പണി നോക്കിക്കോണേ. എനിക്ക് ഈ -3 -1 into 3 എന്ന് വിളിച്ചൂടെ? കാര്യം എന്താ? -1 into 3 എന്താ? -3 ആണ്. അപ്പൊ എന്ത് കിട്ടിയാൽ ഇപ്പൊ -5 ആണ് കിടക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? -1 into 5 എന്നുള്ളത്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പർ ഒന്ന് നെഗറ്റീവ് എന്ന് 1ലേക്ക് കൊടുത്താൽ അവനെ ഫ്രീ ആക്കാം. അപ്പൊ 3 ഫ്രീ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് കിടക്കാം. ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്, അതായത് റൂട്ട് ഓഫ് a into b എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് a into റൂട്ട് b എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്. റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് a into റൂട്ട് b, അതായത് റൂട്ട് 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൂട്ട് 2 into റൂട്ട് 3 പ്ലസോ മൈനസോ ഒന്നും പറ്റുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. റൂട്ട് ഓഫ് a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് a പ്ലസ് റൂട്ട് ബി, അത് തെറ്റാണ്. ഈക്വൽ എന്നാൽ മൈനസ് വന്നാലും ഈക്വൽ അല്ല. പക്ഷേ റൂട്ട് a into റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് a into റൂട്ട് ബി ആണ്. അതുപോലെ റൂട്ട് ഓഫ് a ബൈ ബി പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അഡിഷൻ സബ്ട്രാക്ഷൻ നമുക്ക് പറ്റത്തില്ല, തെറ്റാണ് കേട്ടോ. അപ്പൊ അതാണ്ട് ആ ഫ്രെയിമിൽ ഞാൻ ആലോചിക്കാണ്ടോ, റൂട്ട് ഓഫ് a into b എന്ന് വെച്ചാൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതാണ്, ബുദ്ധിമുട്ടുണ്ടാവില്ല. -1 പ്ലസ് ഓർ മൈനസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പറ്റും റൂട്ട് ഓഫ് -1 into റൂട്ട് 3 the whole divided by 2. ഓക്കെ, ശരി. -1 കുഴപ്പമൊന്നുമില്ല. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 ഇത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഈ റൂട്ട് ഓഫ് -1 നമ്മൾ എന്തോന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? അഞ്ഞെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാ ആ ഫ്രെയിമിൽ എഴുതുക വിച്ച് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കും? i എന്ന് വിളിക്കും. i into റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. ഒരു അയ്യും കൂടെ വന്നുള്ളൂ, അല്ലാതെ വലിയ അധ്വാനങ്ങളൊന്നും ഇല്ല. ഇനി അവസാനം എഴുതുമ്പോഴാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാര്യം നമ്മളിപ്പോൾ എഴുതിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. ആ കോംപ്ലക്സ് നമ്പറിന്റെ ഫ്രെയിമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അവസാനം അത് എഴുതേണ്ടി വരും. ആദ്യം ഈ പറഞ്ഞത് വരുന്നത് നോട്ട് ചെയ്യുക, അതിനുശേഷം ഞാൻ ബാക്കി പറയാം. പെട്ടെന്ന് നോട്ട് ചെയ്ത് ശരി. അപ്പോൾ ഇതുവരെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയാണ് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് വെച്ചാൽ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഉത്തരം. ഇനി നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് സംഭവത്തെ. ഫൈനൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഫ്രെയിം എങ്ങനെയാണെന്ന് അറിയാം? കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഇസഡ് എന്നാണ് വിളിക്കുക. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. കണ്ടിട്ട് ഇസഡ് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് a+ib എന്ന് പറയും. എന്ത് വേണമെങ്കിലും വിളിക്കാം, a+ib, x+iy എല്ലാം എന്ത് തന്നെ കോംപ്ലക്സ് നമ്പർ. ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സ് ഫ്രെയിമിനെയാണ് നമ്മൾ പറയാ കോംപ്ലക്സ് എന്ന് പറയാം. എന്താ പറയാ? z is equal to a+ib. i എന്ന് പറഞ്ഞാൽ നമ്മുടെ i ആണ്, b. അപ്പൊ ഇതിനകത്ത് എന്താ പ്രത്യേകത അറിയാം? ഇതിന് രണ്ട് പോർഷൻ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് a വരുന്ന പോർഷൻ, ഇതിന് നമ്മൾ പറയുന്നത് റിയൽ എന്ന് പറയും, റിയൽ പാർട്ട്. അതൊരു റിയൽ നമ്പർ ആയിരുന്നു, അതുകൊണ്ട് റിയൽ പാർട്ട് എന്ന് പറയും.
ഐയുടെ കൂടെ വരുന്ന ഈ സെക്ഷനിലെ അതിനെ മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? ഇമാജിനറി എന്ന് പറയും. ഇമാജിനറി പാർട്ട്. സോ ഇത് ഇമാജിനറി പാർട്ടാണ്. എന്താണ്? റിയൽ പാർട്ടാണ്. ഈ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് രണ്ടും കൂടെ ഒന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിനെ പറയുന്നതാണ്, ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പർ അല്ലേ? കാര്യം അതിൽ റിയൽ ആയിട്ടുള്ള ഭാഗമുണ്ട്, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ പറയുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് ആണ് സംഭവം. കാര്യം അതിൽ രണ്ട് പോർഷൻ ഉണ്ട്. എന്താണ്? ഒന്ന് റിയൽ പാർട്ട് ഉണ്ട്, അടുത്ത ഇമാജിനറി പാർട്ട് ഉണ്ട്. സൈഡിൽ ചുമ്മാ ഒന്ന് വരച്ച് വെറുതെ വെച്ചേക്കും. Z is equal to a plus ib. ഈ Z എന്ന് പറഞ്ഞ് ഈ എഴുതുന്ന സംഭവത്തെ നമ്മൾ എന്താ പറയാ? കോംപ്ലക്സ് നമ്പർ. അതിൽ രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് ഈ പ്ലസിൽ ഇപ്പം ഐ ഇല്ലാതെ കിടക്കുന്ന ഒരു പോർഷൻ നമ്മൾ റിയൽ പാർട്ട് എന്നും ഐയോട് കൂടി കിടക്കുന്ന പാർട്ട് നമ്മൾ എന്ത് പറയും? ഇമാജിനറി പാർട്ട് എന്നും പറയും. മറന്നു പോകരുത്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കി. എനിക്ക് ഇത് ഫൈനൽ എഴുതുമ്പോൾ നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടോട്ട് എടുത്ത് മാറണം. ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ എഴുതുക x plus 3/5 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ്? ഈ 5 ഈ രണ്ട് നമ്പറിന് അവകാശപ്പെട്ടതല്ലേ? അപ്പൊ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x/5 plus 3/5. അല്ല തെറ്റുണ്ടോ പറയാം? ഇല്ല. കാര്യം ഇത് തന്നെയാണ് ഇത്. അതായത് ഈ 5 രണ്ടിനും കൊടുത്തു. സെയിം വേ ഞാൻ ഈ 2 രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ ബാക്കിയാണ് എഴുതുന്നത്. ഞാൻ ഈ 2 രണ്ടും സ്പ്ലിറ്റ് ചെയ്തത് ആദ്യം -1 അല്ലേ? സോ -1/2 പ്ലസ് ഓർ മൈനസ് ഐ അല്ലേ? I into √3/2. ഓക്കെ, ഞാൻ ഈ 2 രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് പൊതുവെ എഴുതുക. പക്ഷെ ഇവിടെ പ്ലസ് ഓർ മൈനസ് കൂടെ കിടക്കുന്നത് രണ്ട് ഉത്തരങ്ങൾ എന്തായാലും വരും. കാര്യം എന്താ? പവർ 2 ആയതുകൊണ്ട് രണ്ട് സൊല്യൂഷൻ ആണ് പറയാം. പ്ലസിൽ ഒരു സൊല്യൂഷൻ, മൈനസിൽ ഒരു സൊല്യൂഷൻ. ഞാൻ എഴുതുക വിച്ച് ഇസ് ഈക്വൽ. പ്ലസിൽ പറയണേ -1/2 പ്ലസ് മാത്രം എടുത്ത് പ്ലസ് I into √3/2. അല്ലെങ്കിൽ അടുത്ത എന്താ വരിക? -1/2 മൈനസ് എന്താ പ്ലസ് ഇവിടെ കൊടുത്തല്ല -I into √3/2. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഫൈനൽ പറയുന്നത്. സോ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഒന്നിതാണ്, ഒന്നിതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇത് റിയൽ പാർട്ടും ഐയുടെ കൂടെ കിടക്കുന്ന ഈ പാർട്ട് എന്താണ്? ഇമാജിനറി ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി? കോംപ്ലക്സ് നമ്പർ ആയി. അതുപോലെ ഇത് റിയൽ പാർട്ടാണ്, ഐയുടെ കൂടെ കിടക്കുന്ന ഈ നമ്പർ ഇമാജിനറി പാർട്ടാണ്. സോ മൊത്തത്തിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സോ ഇതിന് ഉത്തരം നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുന്നത് എന്താണ്? ഈ പറഞ്ഞ സംഭവത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ഫൈൻ. നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇങ്ങോട്ട് ആക്കിയെന്നുള്ളത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ. ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ രണ്ടും വരും. ഏത് വേണമെങ്കിലും ഇട്ടുകൊടുക്കും. സോ നോട്ട് ചെയ്ത് വെക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് x² + 2 = 0 എന്നാണ്. ഇത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്ത അത്ര അധ്വാനിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അറിയാം? ax² നമ്മുടെ ഫ്രെയിം ax² + bx + c = 0 എന്നല്ലേ ആണ്. ഇതില് കണ്ടോ ഈ ഫ്രെയിം സാധനം ഇല്ല. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്താണ് x² + 2 = 0 എന്നല്ല ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? x² = +2 എന്ന് അപ്പുറത്തുണ്ട്. നമുക്ക് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളാണല്ലോ നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ x² എന്ത് വരും? +2 അപ്പുറത്ത് പോകുമ്പോൾ -2 എന്ന് പറഞ്ഞു വരും. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? x = സ്ക്വയർ റൂട്ട് അല്ലേ എടുക്കുന്നത് അല്ലേ? x² കളഞ്ഞാൽ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ് വരുമ്പോൾ സ്ക്വയർ കട്ടായി പോകും. സോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക x ന്റെ വാല്യൂ +or -√(-2). ഇത് ഒരിക്കലും മറന്നുപോകരുത്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് x² ന്റെ വാല്യൂ 9 ആണ്. അപ്പൊ x ന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ +or -√9 എന്ന് പറഞ്ഞാലേ നമ്മൾ എഴുതും. എപ്പോഴും ഓർക്കുക ഈ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് +or - x ന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? √9 3 ആണ്. എന്നിട്ട് നമ്മൾ +3 -3 എന്ന് എഴുതും. അത് കുഴപ്പമില്ല. ഇവിടെ അതുപോലെ തന്നെയാണ് x = +or -√2 which is equal to എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ -2 അടക്കല്ലേ റൂട്ടിനകത്ത്. നമ്മുടെ ജോലി എന്താ? +or -√. നമ്മൾ എങ്ങനെ എഴുതും -2 നെ? -1 × 2 എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത് which is equal to +or സ്പ്ലിറ്റ് ചെയ്തില്ലേ? √(-1 × √(2). √(-1) എന്താണ്? √(-1) നമുക്ക് എന്താ അറിയാം? I ആണെന്നറിയാം. സോ which is equal to +or -I√2. ഉത്തരവായി. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചൊരു ഫ്രെയിം എന്താണ്? ഇങ്ങനെ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞു, കോംപ്ലക്സ് ഫ്രെയിം. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഇതിനെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണ് +or - എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതി മാറ്റാം? which is equal to 0 +or. അവിടെ ആക്ച്വലി റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത്? റിയൽ പാർട്ട് ഇല്ല.
റിയൽ പാർട്ട് ഇല്ല എങ്കിൽ അതിന് 0 എന്ന് കൊടുക്കുക. ഇനി റിയൽ പാർട്ട് ഉണ്ട് ഇമാജിനറി പാർട്ട് ഇല്ലെങ്കിലോ ഇമാജിനറി പാർട്ടിനെ i × 0 എന്ന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു നമ്പറിനെ x എന്ന് പറയുന്നത് ഇപ്പൊ ഇത് സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് x എന്ന് പറയുന്നത് ±3 അല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് x എന്ന് പറയുന്നത് 3 കിട്ടിയെന്ന് വെച്ചോ. ഒന്ന് 3 മറ്റെന്താണ് x എന്ന് പറയുന്നത് -3 ആണ്. അവർ പറയാ ഇത് നിങ്ങൾ a+ib ഫോമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്തെന്ന് പറയും. ഈ തന്നിരിക്കുന്ന നമ്പറിനെ a+ib ഫോം. a+ib ഫോം എന്ന് പറയുമ്പോൾ ഈ നമ്പർ നമുക്ക് എന്തായാലും എന്താണെന്ന് അറിയാം, റിയൽ നമ്പർ ആണ് അറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? a റിയൽ നമ്പർ പ്ലസ് ib i × b. ഇമാജിനറി പാർട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ സാധനത്തിൽ 0. സോ ഇതാണ് a+ib ഫോം. ഇത് എളുപ്പം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഇമാജിനറി പാർട്ടേ ഉള്ളൂ, റിയൽ പാർട്ട്. അപ്പോൾ റിയൽ പാർട്ട് നമ്മൾ 0 തരും. സോ ഇതിന്റെ ആൻസർ എന്തൊക്കെ വരുന്നത് വെച്ചാൽ 0 + i√2 എന്നും അല്ലെങ്കിൽ 0 - i. ക്ലിയർ അല്ലേ? സോ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമുക്കൊരു ടഫ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. റൈറ്റ് എക്സസൈസിൽ നിന്നുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റേ ഫ്രെയിം ഒന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ അറിയാം. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താ ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഹിയർ എയും ബിയും സിയും ഒക്കെ എടുത്തിരുന്ന പറ. ഹിയർ a = √3 ആണ്, കോമ ബി എന്ന് പറയുന്നത് എന്താണ്? -√2 ആണ്. തെറ്റിക്കരുത്, കാര്യം നമ്മുടെ ഫ്രെയിം ax² + bx + c എന്നാണ്. ഇവിടെ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി പ്ലസ് ആണ്. ഈ മൈനസ് ഇവിടെ വരാനുള്ള കാരണം എന്താണ്? ഈ √2ന്റെ സൈൻ മൈനസ് ആയതുകൊണ്ടാണ് ആ മൈനസും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലസും കൂടി ചേർന്ന് മൈനസ് ആയി പോയത്. അങ്ങനെ വേണം കാണാൻ. റൈറ്റ്? സോ ബി എന്ന് പറയുന്നത് -√2 ആണ്. ഇനി സി എന്ന് പറയുന്നത് 3√3 ആണ്. അവിടെ വരായില്ലേ? നമുക്ക് അടുത്ത ജോലി എന്താണ്? b² - 4ac എന്ന്. കാര്യം 3 ഉണ്ട്, അതുകൊണ്ട് b² - 4ac എന്ന് b², അതായത് -√2ന്റെ സ്ക്വയർ -4 × a എത്ര? a√3 × c. c എത്ര? 3√3. ശരിയല്ലേ പറയാം? അല്ല ഇൻറ്റു ആണ്, ഞാൻ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആണ്, റൂട്ടിന്റെ സ്ക്വയറോ? √2ന്റെ സ്ക്വയർ 2, സോ 2 ആണ്. മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആണ്, √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയർ റൂട്ട് കട്ടായി പോകും, സ്ക്വയറും സ്ക്വയർ റൂട്ട് കട്ടായി പോകും, ബാക്കി 2 മാത്രം വരും. മൈനസ് കാരണം ഓക്കെ, √3 × √3 എന്താണ്? 3 ആണ്. ആ 3 × 3 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചോണം. √3 × √3 എന്ന് പറയുന്നത് 3 ആണ്. 3 × അല്ല ഇൻറ്റു അല്ലേ? 3 × 3 എത്രയാണ്? 9 ആണ്. 9 × 4 ആണ്. 9 × 4 എന്ന് നമുക്കറിയാം, 9 4s are 36. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 36 എത്ര വരും? -34. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? b² - 4ac കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇത് വെച്ചുകൊണ്ട് നല്ല ഫ്രെയിം അപ്ലൈ ചെയ്യണ്ടേ? അത് നമുക്ക് ഫ്രെയിം അപ്ലൈ ചെയ്യാം. x = അടുത്ത ഫ്രെയിം എന്തായിരിക്കണം? നിർബന്ധമായിട്ട് ആ ഫ്രെയിം ഫോർമുല എടുത്തിരിക്കണം. -b + or -√b² - 4ac / 2a. അടുത്ത സ്റ്റെപ്പ്, അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് നിങ്ങൾ ആ നിർബന്ധമായിട്ട് എഴുതണം, എന്നിട്ട് ചെയ്യാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അര മാർക്ക് കുറച്ചുകൂടെ കേട്ടോ, അത് മറക്കരുത്. സോ -b, yes -b എന്ന് വെച്ചാൽ -√2. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, ഓൾറെഡി ഒരു മൈനസ് ഫോമിലേക്കത്തുണ്ട്. -b, ബിയുടെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത്? -√2 പ്ലസ് ഓർ മൈനസ് √b² - 4ac എത്ര? അത് -34 ഡിവൈഡഡ് ബൈ 2a, 2 × a എത്രയാണ്? √3. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ താഴെ എഴുതണേ, ഞാൻ അങ്ങോട്ട് എഴുതി പോകുന്നേ ഉള്ളൂ. മൈനസ് ഓഫ് മൈനസ് എന്താ? പ്ലസ് ആവും. സോ പ്ലസ് √2 പ്ലസ് ഓർ മൈനസ് -34നെയോ -1 × 34 ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 2√2. അടുത്ത ജോലി ഞാൻ പറയണ്ടല്ലോ, എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് √-1 × √34. ഞാൻ ആ സ്റ്റെപ്പ് വിടുന്നതാണ്. √2 ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. പ്ലസ് ഓർ മൈനസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ √-1 × √34. √-1 എന്താണ്? i. √34 എന്ന് വെച്ചാൽ അതേപോലെ √34 ഡിവൈഡഡ് ബൈ 2√2 അല്ലേ? ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇമാജിനറി റിയലും പാർട്ടുകളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ചേഞ്ച് വരുത്താണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ, ചെയ്യും. ഇവിടെ വരെ ചെയ്യുന്നുണ്ടാവും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. സോ പ്ലസ് √2 അല്ലേ? പ്ലസ് ഓർ മൈനസ്. ഇനി ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ വെറുതെ ഈ സ്റ്റെപ്പ് സമയം കളയുന്നില്ല. √-34 എന്ന് വെച്ചാൽ √-1 × 34 എന്നല്ലേ? അപ്പോൾ √-1 ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. √-1 × √34 നിങ്ങൾക്ക് കാര്യം അറിയാമായിരിക്കും അല്ലേ? ഡിവൈഡഡ് ബൈ 2a. 2a എത്രയാണ്? 2√3 ആണ്.
which is equal to എന്ത് സംഭവിക്കും? അതായത് √2 പ്ലസ് ഓർ മൈനസ് ഈ പറഞ്ഞ പോലെ റൂട്ട് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? I ആണെന്നറിയാം. √34 ഡിവൈഡഡ് ബൈ 2√3. അപ്പം ഇത്രയും എഴുതിയാൽ മതി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? അതായത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് എഴുതാം. എങ്ങനെ എഴുതുന്നത്? ഈ 2√3 ഇതിനും കൊടുക്കാം, ഇത് 2√3 ഇതിനും കൊടുക്കാം. എന്നിട്ട് എഴുതുന്ന രീതി അറിയാലോ. സോ അതുകൂടെ ചെയ്ത് നിങ്ങൾ വൈകിട്ട് ഈ സംഭവം ഫൈനലായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഇവിടെ വരെ എഴുതിയാലും ഫുൾ മാർക്കാണ്. ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുന്നത്? ഇല്ല, കോംപ്ലക്സ് ഫ്രെയിം നമ്മൾ ഇനി പഠിക്കാൻ പോകുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. ഇവിടെ വരെ എഴുതിയാൽ ഉറപ്പാണ് നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും. ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് പറയാം. ചില സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക, അത് ചിലപ്പോൾ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കുന്ന സമയത്ത് ഈ I എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ഇടാം. അതായത് √34 ആയി എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ഇപ്പൊ A × B എന്ന് എഴുതിയാലും B × A എന്ന് എഴുതിയാലും 1 × 2 2 × 1 2 എന്ന് എന്നാ അതിന്റെ ഉത്തരം 2 തന്നെ അല്ലേ? അപ്പൊ തിരിച്ചു മറിച്ച് എഴുതിയുകൊണ്ട് ഈ I അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിയോണ്ട് കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് ചെയ്യും. ശരി, ആ സെക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന സംഭവം നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഞാൻ തരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് തന്നെ പറഞ്ഞത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഹിയർ A is equal to 1, B is equal to 1/√2 ഇങ്ങനെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, അത് കോഎഫിഷ്യന്റ് ഫ്രാക്ഷൻ ഫ്രെയിമിൽ വരികയാണെങ്കിൽ ആ ഫ്രാക്ഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറയും, നിങ്ങൾ എനിക്ക് ഇതല്ലേ അവോയ്ഡ് ചെയ്യണ്ടേ? അപ്പോൾ ഇത് √2 ഇവിടുന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ മേളിൽ ഒരു √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോയി. അപ്പോൾ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, √2 കട്ടായി പോകും. ചുമ്മാ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? മൾട്ടിപ്ലൈയിങ് ബൈ √2 ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെ വേണം ചെയ്യാം. രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും √2x² അല്ലേ? ഇല്ല, മൊത്തത്തിൽ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് √2 × x/√. അപ്പോൾ √2 കട്ടായി പോകും. നമ്മുടെ ആവശ്യം നേടി. അപ്പോൾ എന്താ പറ്റി? അവിടെ x മാത്രമാവും പ്ലസ് √2 × 1 എത്ര? √2 which is equal to 0 × √2. 0 × √2 എത്ര? 0. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സംഭവത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ വരാതിരിക്കാൻ വേണ്ടി ആ നമ്പർ അവോയ്ഡ് ചെയ്യാൻ അതേ നമ്പർ വെച്ച് നമ്മൾ ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് സൈഡ്. റൈറ്റ്? ഇനി നമുക്ക് A യും B യും C എഴുതാം അല്ലേ? A എത്ര? √2, B എത്ര? 1, C എത്ര? √2. ഇനി എന്താണ്? നമുക്ക് B² - 4AC എന്ന് വിളിക്കാം. സോ B² - 4AC എഴുതുന്നു, which is equal to B² 1² minus 4 × A × C. ശരിയല്ലേ? 4 × A × 3 4AC. So which is equal to 1 minus √2 × √2 2, 2 × 4 8. So which is equal to -7. അപ്പോൾ നമുക്ക് B² - 4AC ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? x is equal to -b plus or minus. -b എന്തുവാ? -1 plus or minus root of B² - 4AC എത്ര? -7/2a. 2a എന്ന് പറയുമ്പോൾ എന്താണ്? 2√2. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമല്ലോ? which is equal to -1 plus or minus ഇതെന്താ എഴുതുക? root of -1 × 7. അപ്പം root of -1 × √7 divided by 2√2. നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ റൈറ്റ്? which is equal to -1 plus or minus root of -1 എന്താ? I ആണ്. I√7/2√2. ആൻസർ എളുപ്പമല്ലേ? സോ ഇതുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹോംവർക്ക് എഴുതാം. പെട്ടെന്നാവട്ടെ. ശരി, ഇതുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ പറയുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്റ്റിൻ്റെ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഹോംവർക്കുകൾ നോട്ട് ചെയ്യുക. ഇത് ഇത്രയും ചെയ്തു വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പമുള്ള ടോപ്പിക്കായിരുന്നു. അടുത്ത വട്ടം ഞാൻ പഠിപ്പിക്കുന്ന അടുത്ത ദിവസം പഠിപ്പിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. പേജ് നമ്പർ 109 109 എന്ന് പറയുന്ന പേജ് നമ്പർ എടുക്കുക. അവിടെ എക്സസൈസ് 5.3 കാണാൻ പറ്റും. പേജ് 109 എക്സസൈസ് 5.3 ലാസ്റ്റ് എക്സസൈസ് ആണ്. ഓക്കെ, കാരണം എന്താ? നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് പഠിക്കുന്നത്, ഏറ്റവും അവസാനത്തെ പഠിക്കുന്നു. ഇനി തിരിച്ച് വന്ന് എന്ത് പഠിപ്പിക്കും? കോംപ്ലക്സ് നമ്പർ പഠിപ്പിക്കും. കോംപ്ലക്സ് നമ്പർ വെച്ചാൽ ഈ ഫ്രെയിമിൽ വരുന്ന സംഭവം. ഇത് കഴിഞ്ഞ വട്ടം നമ്മൾ പഠിച്ച എളുപ്പമുള്ളത് കൊണ്ടാണ്, നമുക്കത് അറിയാവുന്ന ഒരു കണ്ടന്റാണ്. അതിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം എടുത്തത് കേട്ടോ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. എക്സസൈസിലെ ഓരോ പ്രോബ്ലംസ് അല്ലേ, ഞാൻ ഈ പറയുന്നത് അങ്ങ് ടിക്ക് ചെയ്ത് സോൾവ് ചെയ്തോ. ഇതിൽ ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ച് ചെയ്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടേ. ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ഞാൻ പറഞ്ഞു തന്നു. ആ എക്സസൈസിലെ 8ഉം 10ഉം ഞാൻ പറഞ്ഞു. അപ്പോൾ 8ഉം 10ഉം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ബാക്കി കിടക്കുകയാണ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വരിക? 1 2 3 4 5 6 7 9.
അപ്പോൾ 1 2 3 4 5 6 6 7 9 8. അപ്പോൾ മൊത്തം 8 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 1 മുതൽ 6 വരെ 7-ാമത്തെയും 9-ാമത്തെയും ചോദ്യം. ഇത്രയും ചെയ്യുമ്പോൾ ഈ ടോപ്പിക്കിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സെക്ഷൻ കഴിഞ്ഞു. എന്ത് എളുപ്പമായി പോയി അല്ലേ? ഇത്രയേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട വേർഡ് പ്രോബ്ലങ്ങളോ ഒന്നുമില്ല. റൈറ്റ്? നമുക്ക് ഇതിനകത്ത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോഴാണ് കുറച്ചുകൂടെ ടഫ് ആവുന്നത്. അപ്പോൾ നല്ലപോലെ ഇവിടം വരെയുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതുവരെ പഠിപ്പിച്ചത് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട സംഭവങ്ങൾ വെച്ച് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ് നമ്മൾ എന്താ പഠിപ്പിക്കുക? കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കും. സോ ഇന്ന് പഠിപ്പിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.